ഹലോ ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ SSLCക്ക് അഞ്ചാമത്തെ ചോദ്യമായി ഫിസിക്സിന് ഉറപ്പായും ചോദിക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ പാഠത്തിലെ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എയും ബിയും രണ്ട് ഭിത്തികളാണ്. അവ തമ്മിലുള്ള ദൂരം 28 മീറ്ററാണ്. എ ആൻഡ് ബി ആർ 2 walls. The distance between them is 28 meter. എ എന്ന് പറയുന്ന വാളിൽ നിന്ന് 10.5 മീറ്റർ ദൂരെ നിന്ന് എക്സ് പൊസിഷനിൽ നിന്ന് ഒരു പേഴ്സൺ ക്ലാപ്പ് ചെയ്യുന്നു. ആ ക്ലാപ്പ് ചെയ്ത ഒച്ച ഏത് വാളിലായിരിക്കും ഏറ്റവും ക്ലിയർലി റിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് എ ക്വസ്റ്റ്യൻ. വിച്ച് വാൾ പ്രൊഡ്യൂസസ് ദി ഫസ്റ്റ് എക്കോ ദാറ്റ് ക്യാൻ ബി ക്ലിയർലി ഹെഡ് ബൈ ദി പേഴ്സൺ. ഇവിടെ നിന്ന് ക്ലാപ്പ് ചെയ്യുന്നു, അത് ഏത് വോളിലായിരിക്കും ഏറ്റവും ക്ലിയർലി റിഫ്ലക്ട് ചെയ്യുക? എ വോളിൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ക്ലിയർലി എക്കോ റിഫ്ലക്ട് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസ് 70.5 ആണ്. എക്സും എയും തമ്മിലുള്ള ദൂരം ഇവിടെ തന്നിരിക്കുന്നത് 10.5 ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇനി എക്സും ബിയും തമ്മിലുള്ള ദൂരം എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം ദൂരം 28 ആണ്. ഇതിൽ നിന്ന് ഈ 10.5 കുറച്ചാൽ നമുക്ക് എക്സും ബിയും തമ്മിലുള്ള ഉത്തരം കിട്ടും. 28 minus 10.5 that is 70.5. അപ്പോൾ 70.5 മിനിമം ഡിസ്റ്റൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ആൻസർ ഈസ് ബി. ബിയിലായിരിക്കും ക്ലിയർലി റിഫ്ലക്ട് ചെയ്യുക. ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ടു ഹിയർ ദി ഫസ്റ്റ് എക്കോ ഓഫ് ദി ക്ലാപ്പ്. ക്ലാപ്പിൻ്റെ ഒച്ച കേൾക്കാനുള്ള സമയം. V is equal to 2D/T എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് T is equal to 2D/V എന്ന് കിട്ടും. ടൈം is equal to 2 into distance by speed. 2 into ഡിസ്റ്റൻസ് നമുക്കറിയാം. എക്സിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 17.5 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. 2 into 70.5 by 350. സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റിന് തന്നിരിക്കുന്നു. 35/350 ആണ്. 35/350 0.1 സെക്കൻഡ് ആണ്.